എല്ലാവർക്കും ചോയ്സ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ ഞാനും എൻ്റെ മോളും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഉഴുന്നുവടയുടെ തന്നെ. അപ്പോൾ അത് ഒരുപാട് വ്യൂസ് കിട്ടിയതും പിന്നെ ഒരു പ്രാവശ്യം കൂടി ഒരു ഓർഡർ കിട്ടിയപ്പോൾ അത് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചാണ് നിങ്ങൾക്ക് ആ വീഡിയോ ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ അതിൽ ചേർക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൻ്റെ അളവൊക്കെ നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല, കുറച്ച് മാത്രം. എല്ലാവരും ഒന്നുകൂടി ആ ഉഴുന്നുവടയുടെ വീഡിയോ ഒന്ന് കാണിക്കണം. കൂടെ തന്നെ എൻ്റെ മോളെയും കാണിക്കണം, അതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഒരുപാട് വ്യൂസ് കിട്ടിയിട്ടുള്ള, എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് ആ ഒരു ഐറ്റം ഉണ്ടാക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഒരാൾ ഓർഡർ ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയത്. കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ ഉഴുന്ന് ഉടയ്ക്കാൻ വേണ്ടി ഉഴുന്ന് നന്നായിട്ട് പരുവത്തിന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരേണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഉഴുന്ന് അരച്ച് വെച്ചിരിക്കുന്നതിലോട്ട് ജീരകം ഇട്ട് കൊടുക്കുക. ഉഴുന്നുടയ്ക്ക് അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം. അത് മിക്കവാറും എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ എൻ്റെ പഴയ വീഡിയോ കണ്ടാലും മതിയാകും. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ വീട്ടിൽ ഉഴുന്നോടെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കറക്റ്റ് പരുവും എല്ലാം കറക്റ്റായിട്ട് അറിയാം. പിന്നെ ഇതിലോട്ട് റവ ചേർക്കുന്നതിന് പകരമാണ് അജ്മിയുടെ പുട്ടുപൊടിയാണ്. ഇത് ചേർക്കുമ്പോഴാണ് ഒരു കറക്റ്റ് പരുവം കിട്ടുന്നത്, നല്ല മുരുമുരുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ അജ്മിയുടെ പുട്ടുപൊടി തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇപ്പോൾ ഒരു 3 കിലോ ഉഴുന്നിനാണ് വട ഉണ്ടാക്കുന്നത്. കുറച്ചധികം വടയുടെ ആവശ്യമുണ്ട്. അപ്പം ഞങ്ങൾ ഈ വീഡിയോ ആദ്യം നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് വ്യൂസൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് നമ്മുടെ മോൾ കൂടെ ഇല്ലായിരുന്നു. വേറെക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതാ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജാണ് ഇതിലോട്ട് ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കണം. നല്ലൊരു പരുവം കിട്ടാൻ വേണ്ടിയാണ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. സന്തോഷമായി ചേച്ചിന്. മിസ് ഡാൻസ് ചെയ്യുന്നു. സന്തോഷമുണ്ട്. മിസ് ഡാൻസ് ചെയ്യാണ്. ഡാൻസ് ചെയ്യാൻ അറിയാമത്തെ ഒരു ഹായ് പറയും. ഹായ് പറയുക ഹായ് പറയും. എന്താ വീഡിയോ വീഡിയോ ഈശ്വർ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്ന കാര്യം. എന്താ ഹായ് ഹായ് ചിരിയുണ്ട വീഡിയോ എടുക്കുന്നു. എൻ്റെ ഈശ്വരൻ്റെ വീഡിയോ എടുക്കുന്നത് ഡാൻസ് ഉണ്ട്. ഈശ്വരൻ്റെ ഡാൻസ് ഡാൻസ് എങ്ങനെ ഡാൻസ് ചെയ്യുന്നത്? പാടുണ്ടാകും അറിയാമോ? അപ്പോൾ ഇവിടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്ന് കുറച്ചെടുത്ത്, നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇടാൻ പറ്റും. എനിക്കത്ര എക്സ്പീരിയൻസ്. നമുക്ക് ഉരുട്ടിടാം. വട ഉണ്ടാക്കുക വേണോ? മാവെടുത്ത് തരട്ടോ. എങ്ങനെ വട ഉണ്ടാക്കുന്നത്? ഇതാ കയ്യെ തീരുമാനിച്ചു. കയ്യിനെ ഫസ്റ്റ് ഒരു 15 വട ഇടാം അല്ലേ? അങ്ങോട്ട് നോക്കൂടെ കുറച്ച് വീഡിയോ എടുക്കണം. ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കുക. ഇഷ്ടമുള്ള ഡാൻസ് എങ്ങനെ ഡാൻസ് കളിക്കുന്നത്?
അങ്ങോട്ട് ക്യാമറയിൽ നോക്കി ഡാൻസ് ചെയ്താ. ക്യാമറയിൽ നോക്കടോ. ഇങ്ങോട്ട് ക്യാമറയിൽ നോക്കി ഡാൻസ് ചെയ്തോ. ഡാൻസ് ചെയ്ത് സൂപ്പർ ഡാൻസ് അല്ലേ എനിക്ക് ഡാൻസ്. ഹായ് ഉഴുന്നോടെയൊക്കെ റെഡിയായി. ബാക്കിയെല്ലാം ഇതുവരെ പൊരിച്ചു. അപ്പോൾ നമ്മുടെ ഉഴുന്നോടെയൊക്കെ ഇവിടെ കറക്റ്റ് പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നു. ഇപ്പോൾ എണ്ണ നല്ല ചൂടാണ്. ഇതിന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് ഇടുന്നത്. ഇനി ബാക്കി എല്ലാ വടയും ഇതേപോലെ തന്നെ പൊരിച്ചെടുത്തിട്ട് കാണിക്കാമേ. ഒരുപാട് വടയുണ്ട്, അപ്പോൾ ഒരുപാട് സമയമാവും. അതുകൊണ്ട് എല്ലാം പൊരിച്ചതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മൾ ഉഴുന്നോട മുഴുവനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഉള്ളത് ഇപ്പോൾ കോരി മാറ്റാൻ പോവുകയാണ്. കറക്റ്റ് പരുവത്തിന് റെഡിയായി വന്നിട്ടുണ്ടേ. കൊള്ളാമോ ഉഴുന്നോട? ഇന്ന് നമ്മളിവിടെ 150 ഉഴുന്നോടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഇതേ ഉഴുന്നോടയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതുമാണ്. അത് ഒരുപാട് വ്യൂസ് കിട്ടിയിട്ടുള്ളതുമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതിൻ്റെ ഈ ഉഴുന്നോടയിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളൊക്കെ നേരത്തെയുള്ള വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം, അളവുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ തുടർന്നുള്ള വീഡിയോയിൽ ഇതേ സപ്പോർട്ട് തന്നെ ഉണ്ടാവണം. അടുത്ത ഉടനെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.